പൊതുജന സാന്നിധ്യം കുറഞ്ഞ ഇടങ്ങളാണ് ഫീഡിംഗ് സ്പോട്ടുകളാവുക. ആശുപത്രികൾ, ബസ് സ്റ്റാൻഡുകൾ, സ്റ്റോപ്പുകൾ എന്നിവിടങ്ങൾക്ക് സമീപമുള്ള തിരക്കൊഴിഞ്ഞ പ്രദേശങ്ങൾ ഇതിനായി നിലവിൽ കണ്ടെത്തിയിട്ടുണ്ട്. പീപ്പിൾ ഫോർ ആനിമൽ അടക്കമുള്ള സംഘടനകൾ നായ്ക്കൾക്ക് ഭക്ഷണം നൽകി വരുന്ന 194 സ്ഥലങ്ങളാണ് നിലവിൽ കണ്ടെത്തിയിട്ടുള്ളത്. ഹൈക്കോടതി എൻ്റെ അറിവിൽ ഫീഡിംഗ് പോയിന്റ്സിൽ വെച്ച് മാത്രമേ ഫീഡ് ചെയ്യാവുള്ളൂ എന്ന് പറഞ്ഞിട്ടില്ല. ഫീഡിംഗ് പോയിന്റ്സ് എങ്കിലും വേണം. വിശപ്പാണ് ബേസിക്കലി ഈ മൃഗങ്ങൾ അക്രമശീലം തുടങ്ങാനുള്ള ഒരു റീസൺ. അറവുശാലകളിൽ നിന്ന് ഇറച്ചി മാലിന്യം തെരുവ് നായ്ക്കൾക്ക് നൽകുന്ന സംഘങ്ങളും നഗരത്തിൽ സജീവമാണ്. ഇറച്ചി മാലിന്യം നീക്കം ചെയ്യാൻ ഏജൻസികളുണ്ടെങ്കിലും പല കടകളിലും മാലിന്യം നായ്ക്കൾക്കാണ് നൽകുന്നത്. ഫീഡിംഗ് സ്പോട്ടുകളും പാസുകളും നിലവിൽ വരുന്നതോടുകൂടി അനധികൃതമായി തെരുവ് നായ്ക്കൾക്ക് ഭക്ഷണം നൽകുന്നത് തടയിടാനാകും എന്നാണ് കോർപ്പറേഷന്റെ കണക്കുകൂട്ടൽ. ഗോകുൽനാഥ്, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. ഗോകുൽനാഥ് ഉണ്ട് നമുക്കിപ്പം. ഗോകുൽ, ഈ പറഞ്ഞതുപോലെ ഈ പറഞ്ഞതിലൊരു നമ്മൾ ഈ വാർത്തയുടെ തുടക്കത്തിൽ പറഞ്ഞത് അതിലൊരു കാര്യമുണ്ട്. കാരണം ഈ തെരുവു നായ്ക്കളൊക്കെ ഭക്ഷണം കിട്ടാതാകുമ്പോഴാണ് ഇവർ അക്രമാസക്തരാകുന്നതെന്ന് ഈ നായ പരിപാലകരൊക്കെ എപ്പോഴും പറയാറുണ്ട്. അപ്പോൾ അതിനൊക്കെ ഒരു വലിയൊരു പരിഹാരമാണ്. ഒപ്പം തന്നെ നായയെ സ്നേഹിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ വളർത്തുമൃഗങ്ങളെ സ്നേഹിക്കുന്നവർക്കൊക്കെ ഒരു വലിയ അറിവും അല്ലെങ്കിൽ അവർക്കൊക്കെ ആശ്വാസം നൽകുന്ന കാര്യം കൂടിയാണ് ഇപ്പോൾ സംഭവിക്കാൻ പോകുന്നത്, അല്ലേ? വിശപ്പ് സാർവത്രികമായ ഒരു വികാരമാണ്. പക്ഷേ അതിനപ്പുറത്തേക്ക് ഇതുകൊണ്ടുണ്ടാകുന്ന കുറച്ച് പ്രശ്നങ്ങൾ കൂടെയുണ്ട്. നായകളടക്കമുള്ള ജീവികളും മനുഷ്യന്മാരും തമ്മിൽ ഇടയ്ക്കിടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, അത് നായ്ക്കൾ കുട്ടികളെ ആക്രമിക്കുന്നു തുടങ്ങിയ പ്രശ്നങ്ങളുണ്ട്. അല്ലെങ്കിൽ പൊതുനിരത്തിൽ നായ്ക്കളുടെ എണ്ണം കൂടുന്നു എന്നുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെ നിലവിലുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഈ അടുത്ത് ഹൈക്കോടതി ചൂണ്ടിക്കാട്ടിയിട്ടുള്ള ഒരു പ്രശ്നം തന്നെയാണ്. അത് നായ്ക്കളുടെ അംഗസംഖ്യ വളരെയധികം കൂടുന്നുണ്ട്. അത് മാത്രമല്ല, മനുഷ്യനുമായ നിരന്തരം പ്രശ്നത്തിൽ ആകുന്നുണ്ട്. അത് കാരണം പൊതുജന ജീവിതം വളരെ ദുസ്സഹമാവുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഹൈക്കോടതി ചൂണ്ടിക്കാട്ടപ്പെട്ടത്. അതുപോലെ തന്നെ മുൻപ് മുംബൈയിൽ ഉണ്ടായിട്ടുള്ള ഒരു വിധി ഉണ്ടായിരുന്നു. ഫീഡിങ്ങിന് പാസ് ഏർപ്പെടുത്തണം എന്നുള്ളത്. ഫീഡിങ്ങിന് പാസ് ഏർപ്പെടുത്തണം, അതുപോലെ ഫീഡിംഗ് പോയിന്റുകൾ കൃത്യമായി നിശ്ചയിക്കണം. ഇത് രണ്ടെണ്ണമാണ് അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അന്ന് മുംബൈ ഹൈക്കോടതിയുടെ വിധി പ്രകാരം ഇത് അവരുടെ കോർപ്പറേഷൻ നടപ്പിലാക്കിയതാണ്. അപ്പോൾ ഇതേപോലെ തന്നെയാണ് കേരള ഹൈക്കോടതിയും ഒരു വിധി പുറപ്പെടുവിച്ചിട്ടുള്ളത്. അതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ ഇത്തവണ അങ്ങനെ ഒരു യോഗം ചേർന്നത്. ആ യോഗത്തിൽ ഏതാണ്ട് ഒരു 194 സ്പോട്ടുകൾ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. ഈ 194 സ്പോട്ട് എന്ന് പറയുന്നത് പീപ്പിൾ ഫോർ ആനിമൽ, അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി ഡോഗ് ബ്രീഡേഴ്സ് അടക്കമുള്ള ചില സംഘടനകൾ. ആ സംഘടനകൾ ഓരോന്നും തന്നെ കൃത്യമായിട്ട് പല പോയിന്റുകളിൽ മൃഗങ്ങൾക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കുന്ന ചില സംഘടനകളാണ്. അപ്പോൾ ഇവരൊക്കെ തന്നെ ഇത് മുൻകൂട്ടി കണ്ട് ചെയ്യുന്നുണ്ട്. ഇവിടുത്തെ ഒരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് നിരന്തരമായി ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന നായ്ക്കളൊക്കെ തന്നെ വളരെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഭക്ഷണം കിട്ടാതെയാകുമ്പോൾ സ്വഭാവം കാണിക്കുന്നു, മനുഷ്യനെ ആക്രമിക്കുന്നു എന്നുള്ളതാണ്. ഇതുകൊണ്ടൊക്കെ തന്നെയാണ്. അതുമാത്രമല്ല, അറവ് മാലിന്യങ്ങൾ നായ്ക്കൾക്ക് കൊടുക്കുന്നത്, അറവ് മാലിന്യങ്ങൾ ശേഖരിക്കാനായിട്ട് ഏജൻസികളൊക്കെ തന്നെ ഉള്ള നമ്മുടെ നാട്ടിൽ ഈ ഏജൻസികൾക്ക് കൃത്യമായിട്ട് ഈ അറവുശാലകൾ കൊടുക്കുന്നില്ല. അതിനപ്പുറത്തേക്ക് ഈ അറവുശാല മാലിന്യങ്ങൾ നായയ്ക്ക് ഭക്ഷണമാക്കി കൊടുക്കുകയാണ് ചെയ്യാറുള്ളത്. അതും സത്യത്തിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഈ ഒരു പ്രശ്നം അഭിസംബോധന ചെയ്യേണ്ടതിൻ്റെ ആവശ്യകത വളരെ വലുതാണ്. നായ്ക്കൾ ഒരിക്കലും മനുഷ്യന് ബുദ്ധിമുട്ടാകാത്ത രീതിയിൽ തന്നെ പോകേണ്ട ഒന്നാണ്. നമുക്കറിയാവുന്ന പോലെ തന്നെ ഇന്ത്യൻ നായവർഗം അല്ലെങ്കിൽ ഇന്ത്യൻ പരിയ ഡോഗ് എന്നൊക്കെ പറയുന്നത് വംശനാശ ഭീഷണിയുടെ വക്കിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്ന നായവർഗമാണ്. അതിനാണ് ഈ അറവുശാല മാലിന്യങ്ങൾ അടക്കമുള്ള വൃത്തിഹീനമായ ഭക്ഷണങ്ങൾ കൊടുത്ത് നമ്മൾ അവയെ തന്നെ കുറെ കൂടെ ബുദ്ധിമുട്ടിൽ ആഴ്ത്തുന്നത്. മുമ്പ് കോവിഡിൻ്റെ സമയത്തൊക്കെ തന്നെ നമ്മൾ നായ്ക്കൾക്ക് ഭക്ഷണം കൊടുത്തിട്ടുണ്ട്. ആ ഭക്ഷണം കൊടുക്കാൻ വേണ്ടി ആളുകൾ അവരുടെ കയ്യിൽ ഉള്ളതിൻ്റെ പങ്ക് നായ്ക്കൾക്ക് കൊടുക്കാറുണ്ട്. പക്ഷെ ഇതിനപ്പുറത്തേക്ക് ഈ പഴകിയ മാംസങ്ങളടക്കം മനുഷ്യൻ എങ്ങനെയാണോ അതുപോലെ തന്നെ ആവണം നായ്ക്കും എന്നുള്ളതാണ്. അതായത് ഒരു ജീവിയെ അതിൻ്റെ കൃത്യമായിട്ടുള്ള ആവാസ വ്യവസ്ഥയിൽ വസിക്കാൻ അനുവദിക്കുകയും അതിന് ഭക്ഷണം കൃത്യമായി കൊടുക്കാൻ സാധിക്കുകയും ചെയ്യുക എന്നുള്ളത് മാനുഷിക മൂല്യമാണ്. അതിനപ്പുറത്തേക്ക് മനുഷ്യന് ഉപയോഗിക്കാൻ പറ്റാത്ത പഴകിയ ഭക്ഷണങ്ങൾ അവയ്ക്ക് കൊടുക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും വളരെ ദുസ്സഹമാണ്.